അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാലങ്ങളായി മുസ്ലിം സമൂഹം ആദരിച്ചു വരുന്ന ദിനമാണ് ഷാബാൻ 15 അഥവാ ബറാത്ത് ദിനം. ഈ ദിനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാറുമുണ്ട്. എന്നാൽ ഈ ദിനത്തിലെ പ്രത്യേക അനുഷ്ഠാനങ്ങളെ ബിദ്അത്തും അനാചാരവുമായിട്ടാണ് ചില പുത്തൻവാദികൾ കണക്കാക്കുന്നത്. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ ബറാത്ത് രാവിൻ്റെ പവിത്രതയെയും ആരാധനാ കർമ്മങ്ങളെയും നിഷേധിക്കുന്ന ഇത്തരം പുത്തൻവാദികളോട് പണ്ഡിത ലോകം എന്ത് പറയുന്നു എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു തൻ്റെ ഫൈലുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. വഖദ് കാന സലഫു യുവാലിബുന അലൈഹി, അതായത് മുൻഗാമികളായ പണ്ഡിത മഹത്തുക്കൾ ബറാഅത്ത് രാവിൽ പ്രാർത്ഥനകളും മറ്റ് ആരാധന കർമ്മങ്ങളും വളരെയധികം അധികരിപ്പിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു തൻ്റെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ പറയുന്നത് കാണാം. കാന താബിഊന മിൻ അഹ്ലി ശാമി യുഅല്ലിമൂനഹ വയജ്തഹിദൂന ഫീഹ ഫിൽ ഇബാദ, അതായത് താബിഉകൾ ഈ ദിനത്തെ വളരെയധികം പവിത്രമായി കണക്കാക്കുകയും മറ്റ് ആരാധന കർമ്മങ്ങൾ വളരെയധികം അധികരിപ്പിക്കുകയും ചെയ്യുന്നവരുമായിരുന്നു. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ അൽ ഫതാവൽ കുബറയിൽ പറയുന്നു: ഇന്ന ലിഹാദിഹിൽ ലൈലത്തി ഫളൻ വഅന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസത്തുൻ വസ്തിജാബത്തുൻ മഖ്സൂസത്തുൻ വമിൻ സമ്മ ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന ദുആ യുസ്തജാബു ഫീഹാ. അതായത് ബറാഅത്ത് രാവിൽ പ്രത്യേകമായ പവിത്രതയും ഇജാബത്തുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ രാവിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് പറഞ്ഞത്. പുത്തൻവാദികളുടെ തന്നെ നേതാവായ സാക്ഷാൽ ഇബ്നു തൈമിയ പറയുന്നു: വഅമ്മാ ലൈലത്തുൻ നിസ്ഫി ഫഖദ് റുവിയ ഫീ ഫളലിഹാ അഹാദീസു വആസാർ വനുഖില അൻ ത്വായിഫത്തിൻ മിനസ് സലഫി അന്നഹും കാനൂ യുസല്ലൂന ഫീഹാ. ബറാഅത്ത് രാവിലെ പ്രത്യേകതയെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ സ്വഹാബാക്കളുടെ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷാബാൻ 15 നോമ്പനുഷ്ഠിക്കൽ ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് പുത്തൻവാദികളുടെ മറ്റൊരു തള്ള്. യഥാർത്ഥത്തിൽ 4 മദ്ഹബും സുന്നത്താണെന്ന് പറയുന്ന നോമ്പാണ് ബറാഅത്ത് നോമ്പ്. സാധാരണ പുത്തൻവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബറാഅത്ത് നോമ്പ് സുന്നത്താണെന്നതിന് വല്ല തെളിവുകളുമുണ്ടോ എന്നത്. മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു തൻ്റെ സുനനിൽ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമു ലൈലഹാ വസൂമു യൗമഹാ. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഇമാം റംലിയും ഇമാം തീബിയും ഇബ്നു ഹജർ അൽ ഹൈതമിയും ബറാഅത്ത് നോമ്പ് സുന്നത്താണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസ് ദുർബലമാണെന്നും തള്ളപ്പെടേണ്ടതാണെന്നും ചില പുത്തൻവാദികൾ പറയുന്നുണ്ടല്ലോ. അത് പുത്തൻവാദികളുടെ ഒരു ശുദ്ധ വിവരക്കേടാണ്. കാരണം ഇമാം റംലിയും ഇമാം തീബിയും ഇമാം സർക്കാനിയും ഉൾപ്പെടുന്ന പല പണ്ഡിതരും ഈ ഹദീസിനെ പ്രമാണമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഈ ഹദീസ് വഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തൻ്റെ അൽ മിനഹുൽ മക്കിയ എന്ന കിതാബിൽ പറയുന്നത് ഇങ്ങനെയാണ്: അന്നൽ ദഈഫ ഫിൽ ഫളാഇലി വൽ മനാഖിബി ഹജ്ജത്തുൻ ഇത്തിഫാഖൻ. അതായത് ദഈഫായ ഹദീസുകൾ ഫളാഇലുൽ അഅ്മാലിൽ പ്രമാണം തന്നെയാണ്. ഇത് തന്നെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ അദ്കാറിലും പറഞ്ഞത്: ഖാലൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വഗൈരിഹിം യജൂസു വയസ്തഹബ്ബുൽ അമലു ഫിൽ ഫളാഇലി വത്തർഗീബി വത്തർഹീബി ബിൽ ഹദീസിൽ ദഈഫി മാ ലം യകുൻ മൗദൂഅ. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നിങ്ങളുടെ വാദത്തിന് വേണ്ടി ദഈഫാണെന്ന് സമ്മതിച്ചാലും ശഅബാൻ 15 നോമ്പിന് ഈ ഹദീസ് എതിരല്ല.